ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജിയാണ്. അതോടൊപ്പം ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്തൊക്കെയാണ് എന്നാണ്. അപ്പോൾ ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം നിങ്ങൾക്ക് യോഗ TTC പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ വാട്സപ്പ് വഴി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ റീഡിംഗ് ഒരു ജനറൽ റീഡിംഗ് ആണ്, ഒരു ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ഒരു ജനറൽസ് റീഡിംഗും ആണ്. നിങ്ങളുടെ എനർജിയായിട്ട് മാച്ച് ചെയ്യുന്നവർ മാത്രം ഇത് അക്സെപ്റ്റ് ചെയ്യുക. ഇത് ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതലാണ് ഇത് വാലിഡ് ആവുക. അപ്പോൾ എല്ലാവരും മൈൻഡൊക്കെ വളരെ കാം ആൻഡ് ക്വൈറ്റ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ കിട്ടിയിരിക്കുന്ന എനർജി എന്ന് വെച്ചാൽ ഇത് ഭയങ്കര ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു എനർജിയാണ്. ഈ ഒരു എനർജിയിൽ നിങ്ങളുടെ രണ്ടുപേരുടെ എനർജി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റഡ് ആണ് അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കും, പക്ഷെ നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര കഴിഞ്ഞാലും വിട്ട് പിരിയാനോ എടുക്കാനോ ഒന്നും പറ്റുന്നില്ല. എത്രയൊക്കെ അകന്ന് പോയാലും വീണ്ടും നിങ്ങൾ തമ്മിൽ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഇത് നിങ്ങൾ തമ്മിലൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട്. അതാണ് നമുക്കിപ്പോൾ ഇവിടെ ഈ ഒരു റീഡിങ്ങിൽ കിട്ടിയിരിക്കുന്നത്. നല്ല തരത്തിലുള്ളൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ്റെ റീഡിംഗ് ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ജന്മത്തിൽ കണ്ടുമുട്ടിയ ആൾക്കാരൊന്നുമല്ല. പല ജന്മങ്ങളിൽ നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നല്ല തരത്തിൽ തന്നെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ആ വ്യക്തിയെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെയും നിങ്ങൾ ആ ഒരു വ്യക്തിയെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ആ ഒരു ഇതെന്ന് വെച്ചാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു എനർജിയാണ്. അപ്പോൾ നമുക്കിത് പറയാം, ഇതൊരു ഇപ്പോഴത്തെ ഒരു പ്രസൻറ്റ് ലൈഫിൽ തോന്നിയൊരു അട്രാക്ഷനോ അല്ലെങ്കിൽ ഒരു ലസ്റ്റോ അങ്ങനത്തെ ഉള്ളൊരു കാര്യമല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്ന പാസ്റ്റ് ലൈഫ് കർമ്മയാണ്. അപ്പോൾ നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആയിട്ടൊക്കെ തന്നെ ചില സമയത്ത് നിങ്ങൾക്ക് തോന്നും, പക്ഷെ ചില സമയത്ത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു പുള്ളിങ് അങ്ങോട്ട് തോന്നും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു സമാധാനം ഉണ്ടാവില്ല. അല്ലെങ്കിൽ നോർമലി നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പിൽ നമുക്ക് ആൾക്കാരോടൊക്കെ ഇഷ്ടം തോന്നുമ്പോഴേ നമുക്കുള്ളിൽ നിന്നൊരു സന്തോഷം കാര്യം. ഇത് അങ്ങനെയല്ല, എന്തോ ഉള്ളിൽ നിന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഉള്ളിൽ നിന്ന് ആ ഒരു സോൺ ലെവലിൽ ഭയങ്കര ഇറിറ്റേറ്റിംഗ് അല്ല, പക്ഷെ എന്തോ ഭയങ്കര സന്തോഷമോ എന്തോ ഒരു വല്ലാത്തൊരു ടൈപ്പ് ഓഫ് എനർജി നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ കാണുമ്പോൾ മാത്രം തോന്നാറുണ്ട്. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ സോള്, നിങ്ങൾ അറിയുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ സോള് ഈ ഒരു പേഴ്സണായിട്ട് നല്ല രീതിയിൽ കണക്റ്റഡ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റാത്ത രീതിയിൽ തോന്നുന്നത്. ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈ റിലേഷൻ എന്ന് വെച്ചാൽ ഒരു നോർമൽ ഒരു ബന്ധമല്ല, ഇത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബന്ധിപ്പിക്കൽ തന്നെയാണെന്ന് പറയാം. മുൻജന്മത്തിൽ നിങ്ങൾ ആ ഒരു പേഴ്സണായിട്ട് നല്ലൊരു ഹെവി രീതിയിലുള്ളൊരു കണക്ഷൻ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇഷ്ടമുണ്ടായിരുന്നു, പക്ഷേ ആ ഒരു ഇഷ്ടം എന്ന് പറയുമ്പോൾ ഭയങ്കര ഭയം, അതല്ലെങ്കിൽ അസൂയ, അല്ലെങ്കിൽ പിടിച്ച് കൺട്രോൾ ചെയ്ത് വെക്കുക, എല്ലാം ചേർന്നൊരു കാർമിക് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ആയിരുന്നു. ചിലപ്പോൾ നിങ്ങൾ ഒന്നിനും ഉണ്ടല്ലോ ശ്വാസം മുട്ടിക്കുന്ന തരത്തിലുള്ള രീതിയിലൊരു ഇഷ്ടം എങ്ങോട്ടും വിടാതെയും അല്ലെങ്കിൽ ഒരു കൺട്രോളിങ് പവറിലുള്ളൊരു സ്നേഹമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു പേഴ്സൺ ഇങ്ങനെ ഇത്രയൊക്കെ കൺട്രോളിങ്ങും ഇത്രയൊക്കെ ഇഷ്ടമുണ്ട്, പക്ഷേ ആ ഇഷ്ടത്തിൻ്റെ ഒരു എക്സ്ട്രീം ലെവലിൽ കൺട്രോൾ നിങ്ങൾക്ക് തന്നെ ഒരു ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ തോന്നുന്ന രീതിയിലുള്ള ഒരു കൺട്രോളിങ് പവറൊക്കെ കൊണ്ടായിരുന്നു കഴിഞ്ഞ ജന്മത്തിലുണ്ടായിരുന്നെങ്കിൽ ഏതോ ഒരു ലൈഫിൻ്റെ ഏതോ ഒരു സമയം കൊണ്ട് ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ വെറുതെ ഫ്രീ ആക്കി വിടേണ്ടി വന്നു. ആ ഒരു റിലീസ് എന്ന് പറയുന്നത് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ളൊരു റിലീസായിരുന്നു. അപ്പോൾ അയാളുടെ റിലീസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ വേറെ ഒന്നിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അങ്ങനെ എന്തോ ഒരു ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ സോളിൽ ഭയങ്കരമായിട്ടും തേങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് ഞാൻ അങ്ങനെ ചെയ്യേണ്ടിയില്ലായിരുന്നു, വിടേണ്ടായിരുന്നു, പക്ഷേ അന്ന് ഞാൻ നിന്നെ വിട്ടു പോയിട്ടുണ്ടെങ്കിലും നീ എൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്, എൻ്റെ ഉള്ളിൽ നിന്ന് നീ ഒരിക്കലും പോയിട്ടില്ല എന്ന ആ ഒരു തേങ്ങൽ ഈ ജന്മത്തിലും ആ ഒരു സോളിന് എപ്പോഴും തോന്നുന്നുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവാനുള്ള അല്ലെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ ഒന്നാവാതിരുന്നതിൻ്റെ ഒരു എനർജി നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളെയും വേറെ എന്തോ ഒരു കാര്യം തമ്മിൽ വന്നു ഈ ഒരു ലൈഫിൽ. ചിലപ്പോൾ ജോലിയായിരിക്കാം, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റെസ്പോൺസിബിലിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി ആയിരിക്കാം,
അങ്ങനെ എന്തോ ഒരു ഭയങ്കര ഒരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു ഒരവസ്ഥയിൽ വന്നിട്ടുണ്ട്. അപ്പം ആ ഒരു പേഴ്സൺ അന്ന് ചൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട്, അയാൾക്ക് ഈസി ആയിട്ട് അയാൾ ചൂസ് ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ചിലപ്പോൾ ജോലിയായിരിക്കാം. അപ്പോൾ ആ ഒരു ഇതിലോട്ട് ഈ ഒരു പേഴ്സൺ പോയിരുന്നു നിങ്ങളെ ഉപേക്ഷിച്ചിട്ട്. ഒരു വാറിലായിരിക്കാം, പഴയ കാലഘട്ടമാണ്. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ അങ്ങനത്തെ അയാൾക്കൊട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഏതൊരു സിറ്റുവേഷൻ വന്നു. ആ ഒരു ഇതിൽ അയാൾ ചെയ്തു പോയതാണ്. പക്ഷേ അതങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല. അയാൾക്കത് അത്ര വലിയ ഈസി ആയിട്ടുള്ളൊരു കാര്യമായിരുന്നില്ല നിങ്ങളെ ഇട്ടിട്ട് പോവുക എന്നുള്ളത്. പക്ഷേ അയാളുടെ നിവൃത്തികേട് കൊണ്ടും അങ്ങനത്തെ ആ ഒരു ഇതൊക്കെ കൊണ്ട് അയാൾക്ക് നിങ്ങളെ ഉപേക്ഷിക്കേണ്ടി വന്നു. അവരിപ്പോഴും ആ ഒരു സെയിം പാറ്റേണിൽ തന്നെയാണ് ഇപ്പോഴും ആ ഒരു പേഴ്സൻ്റെ എനർജി പോയിക്കൊണ്ടിരിക്കുന്നത്. സെയിം പാറ്റേൺ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എനർജി ശരിക്കും പറഞ്ഞാൽ ആ ഒരു വ്യക്തിനെ ശരിക്കും പുള്ള് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ ഒരു എനർജി, ആ ഒരു പേഴ്സൻ്റെ മൈൻഡ് എന്ന് വെച്ചാൽ വേറെ എന്തൊക്കെയോ കാര്യങ്ങളിലൊക്കെ ആയിട്ട് ഡിസ്റ്റർബ്ഡ് ആയിട്ട് കൊണ്ടാണ് ഇപ്പോഴത്തെ ഈ ഒരു പ്രസൻറ്റ് ലൈഫിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള കുറച്ച് കാർഡ്സ് ഒക്കെ തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. കാരണം വെച്ചാൽ മുൻജന്മത്തിൽ നിങ്ങളിൽ ആരോ ഒരാൾക്ക് പെട്ടെന്ന് നിങ്ങളെ ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു. നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഫാമിലി പ്രഷർ, മിസ്അണ്ടർസ്റ്റാൻഡിങ്, ആ ഒരു സിറ്റുവേഷന്. അപ്പോൾ അതിന് ഫോഴ്സ്ഫുള്ളി ഗുഡ് ബൈ പറയേണ്ടി വന്നു. ശരിക്കും പറഞ്ഞാൽ ഫിസിക്കലി പോയെങ്കിലും ഇമോഷണലി അയാൾ ഭയങ്കരമായിട്ട് നിങ്ങളോട് അറ്റാച്ച്ഡ് ആണ്. അത് ചിലപ്പോൾ എന്താ പറയുക, ഈ ഒന്നെങ്കിൽ വേറെ ഏതെങ്കിലും സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഡെത്ത് ആവാം, വാറിൽ പോയിട്ട് അങ്ങനത്തെ ഒരു ഡെത്ത് ആവാം, ഒരു സഡൻ ആയിട്ടുള്ളൊരു പോക്കായിരുന്നു പോയത്. അപ്പോൾ ആ ഒരു സോളിന് ശരിക്കും പറഞ്ഞാൽ എന്താണ്, നിങ്ങളെ അവരുടെ ആ ഒരു ലൈഫ് ടൈം, പല ലൈഫ് ടൈം വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ലൈഫ് ടൈമിലും ഓക്കെ ആവുമെന്നൊക്കെ ഓർത്തായിരിക്കും വന്നത്. പക്ഷേ ഈ ഒരു ലൈഫ് ടൈമിൽ അവർക്ക് ഒന്നും കിട്ടാത്തൊരവസ്ഥയിലായിപ്പോയി നിങ്ങളുടെ ആ ഒരു ജേർണി എന്ന് പറയുന്നത്. അന്ന് ചിലപ്പോൾ ഡെത്ത് ആയിരിക്കും. ഡെത്ത് വന്നപ്പോഴും ആ ഒരു ഫിസിക്കലി ആ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് പോയെങ്കിലും സോൾ വൈസ് ആ ഒരു പേഴ്സൺ എപ്പോഴും നിങ്ങളോട് തന്നെ കണക്ട് ചെയ്തുകൊണ്ടാണ് ആ ഒരു പാസ്റ്റ് ലൈഫിൽ ഉണ്ടായിരുന്നത്. റിലേഷൻഷിപ്പ് എന്താ പറയുക, അവസാനം ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലും കംപ്ലീറ്റ് ചെയ്യാത്ത രീതിയിലും ഒക്കെയായിരുന്നു. അതായത് ഒരു വാക്കുകൊണ്ടോ ചിലപ്പോൾ ഗുഡ് ബൈ പറഞ്ഞു പോയ ആ ഒരു സമയത്ത് ഒരു വാക്ക് കൊണ്ട് പോലും ബൈ എന്നോ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ അയാൾ ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ നൽകിയിട്ടുണ്ടായിരിക്കാം റിലേഷൻഷിപ്പിൽ, കല്യാണം കഴിക്കാം അല്ലെങ്കിൽ കൂടെ കൂട്ടാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ റിലേഷൻഷിപ്പിൽ അയാൾ കുറേ വാഗ്ദാനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും അയാൾക്ക് പാലിക്കാൻ പറ്റിയിട്ടില്ല. അതായത് അയാളുടെ ജീവിതത്തിൽ അയാൾ നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചതും പറയാൻ ആഗ്രഹിച്ചതും ജീവിക്കണം, ഒപ്പം കൂട്ടണം എന്നൊക്കെ ഉള്ള ഒരുപാട് സ്വപ്നങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ വെച്ചിട്ട് ഒരു വാക്ക് പോലും പറയാൻ പെട്ടെന്നുള്ളൊരു ഗുഡ് ബൈ ആയിരുന്നു. ഗുഡ് ബൈ പോലും പറയാൻ പറ്റാത്ത രീതിയിൽ ഒരു യാത്രയായിരുന്നു ആ ഒരു പേഴ്സണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് കർമ്മ എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ കർമ്മ വളരെ ആക്റ്റീവായിക്കൊണ്ടിരിക്കുകയാണ്. അന്നത്തെ ആ കുറേ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാനും നിങ്ങൾക്കൊക്കെ ഒരു ക്ലാരിറ്റി കിട്ടാനും ഒക്കെ വേണ്ടിയാണ് നിങ്ങൾ വീണ്ടും ഈ ജന്മത്തിൽ കണ്ടുമുട്ടിയിട്ടുള്ളത്. മുൻജന്മങ്ങൾ നിങ്ങൾ കണ്ടപ്പോൾ ഒരുപാട് മുൻജന്മങ്ങളിൽ നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾ ഹൃദയം തകർന്ന ഒരുപാട് നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഒട്ടും ഹീൽഡ് അല്ലാത്ത ഒരുപാട് വൂൺസും ഒരുപാട് പെയിനും ഒക്കെയുണ്ട്. അപ്പോൾ ആ വൂൺസുകൾ ജന്മജന്മാന്തരങ്ങളായിട്ടുണ്ടായിട്ടുള്ള ആ വൂൺസുകളെല്ലാം ഹീൽ ചെയ്യാൻ വേണ്ടി, ചിലപ്പോൾ ഇത് നിങ്ങളുടെ ലാസ്റ്റ് ജന്മമായിരിക്കാം, അതല്ലെങ്കിൽ ഇതെല്ലാം ഹീൽ ചെയ്തിട്ട് നിങ്ങൾ ഇനിയുള്ള ജന്മങ്ങളിൽ ഒന്നിക്കാൻ വേണ്ടിയുള്ളതായിരിക്കും. അപ്പോൾ ഈ ഒരു ബർത്ത് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ രണ്ടുപേരുടെ ലൈഫിൽ ഈ ഒരു ജന്മം വളരെ ഹീലിങ്ങിന് വേണ്ടിയുള്ള ഒരു ജന്മമാണ്. ആ വ്യക്തിക്കും നിങ്ങളുടെ ഇടയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു വിഷമം, വല്ലാത്തൊരു പെയിന്, ഒട്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തൊരു സാഡ്നെസ്, ഒരു റാൻഡമായിട്ടുള്ളൊരു ഇമോഷണൽ പുള്ള്. നിങ്ങൾ ഒന്നിച്ച് ഉണ്ടായിരുന്ന സമയങ്ങളിലൊക്കെ നിങ്ങൾ സംസാരിക്കുമ്പോൾ എന്തെന്നില്ലാത്ത സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ വരും. അടുത്തുണ്ട്, സംസാരിക്കുന്നുണ്ട്, പക്ഷേ പോയി കഴിയുമ്പോഴും ഉള്ളിലൊരു തേങ്ങൽ. അത് ഇനിയിപ്പോൾ നാളെ കാണാൻ പറ്റില്ല അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റില്ല എന്നോർത്തല്ല, എന്തോ നിങ്ങൾക്ക് പോലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത തരത്തിൽ, അല്ലെങ്കിൽ ഞാനിപ്പോൾ വിളിച്ചതല്ലേ അപ്പോൾ എന്നാൽ പിന്നെ എനിക്കിങ്ങനെ വിഷമം തോന്നുന്നു, അങ്ങനത്തെ രീതിയിൽ നിങ്ങൾക്ക് പറയാൻ പറ്റില്ലാത്ത രീതിയിലുള്ളൊരു സാഡ്നെസ്സും ഒരു വേദനയൊക്കെ നിങ്ങൾക്ക് തോന്നാറുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്താണെങ്കിലും നിങ്ങൾക്ക് ഇതേപോലുള്ള ചേഞ്ചസൊക്കെ നിങ്ങൾക്കുള്ളിൽ നിന്ന് നല്ലതുപോലെ ഫീൽ ചെയ്യാറുണ്ട്. അതൊക്കെ ഈ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും, നിങ്ങൾക്ക് മാത്രമല്ല ആ ഒരു പേഴ്സണും ഇതേപോലുള്ള ഫീലിങ്സും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. ഈ ജന്മത്തിൽ അതുപോലെ തന്നെ
ഈ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ വളരെ ഹാപ്പി ആയിരുന്നു രണ്ടുപേരും. പിന്നെ അതുപോലെ തന്നെ അയാളുടെ ജീവിതത്തിൽ ഏറ്റവും പ്യുവറായിട്ടുള്ള ഒരു പേഴ്സണായിരുന്നു നിങ്ങൾ. അയാളുടെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരു വെട്ടും വെളിച്ചവും ഒക്കെ വീശിയ ആ ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പെട്ടെന്നാണ്, കഴിഞ്ഞ ജന്മങ്ങളിലെ പോലെ തന്നെ പെട്ടെന്നാണ് നിങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റഡ് ആയത്. അപ്പോൾ നമുക്കിവിടെ പറയാൻ പറ്റും, അപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളും തമ്മിൽ പെട്ടെന്നൊരു സഡൻ ആയിട്ടുള്ളൊരു ഇതുകൊണ്ട് നിങ്ങൾ അകന്ന് പോയെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ അറിയാം. കാര്യം എന്ന് വെച്ചാൽ ഈ ജന്മത്തിലും നിങ്ങൾക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു കണക്ഷനും മാറിപ്പോയാലും പിന്നെയും അടുത്ത് വരണമെന്നൊരു കാര്യങ്ങളും കാണുമ്പോൾ വല്ലാത്ത സന്തോഷവും അങ്ങനെയുള്ള കുറേ ഇമോഷൻ നിങ്ങൾക്ക് നിങ്ങളുടേതല്ലാതെ വേറെ ആരോ കൺട്രോൾ ചെയ്യുന്ന രീതിയിലുള്ള ഇമോഷൻസും കാര്യങ്ങളും ഒക്കെ വരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഒരു സോൾ റിമെമ്പറൻസ് ആണ്. അപ്പോൾ ആ സോളിന് നിങ്ങളറിയാതെ തന്നെ, നിങ്ങൾ പോലും അറിയാതിരുന്ന സമയത്ത് ആ ഒരു സോളിന് ഈ ഒരു ബന്ധത്തെപ്പറ്റി നല്ലതുപോലെ അറിയാം. ആ ഒരു സോൾ ഈ ഒരു പേഴ്സണിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ ഓൺ ഓഫ് എന്ന രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞാൽ ഇതൊരു ഹയർ ലെവൽ ഓഫ് സോൾമേറ്റ് അതല്ലെങ്കിൽ ട്വിൻ സോളിലോട്ട് വരുന്നതാണ്. കാരണം നിങ്ങൾ പല ജന്മങ്ങൾ നിങ്ങൾ കണ്ടിട്ടും ഒന്നിക്കാതെയും എടുക്കാതെയൊക്കെ പോയി കാമ ക്ലിയറൻസിനും ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ ഇത് അങ്ങനത്തെ ഒരു എനർജിയാണ്. അതായത് നീ ഏത് ജന്മം എടുത്താലും നീ എവിടെയൊക്കെ പോയാലും ഞാൻ നിന്നെ തേടി കണ്ടുപിടിക്കും, ഞാൻ നിന്നെ കണ്ടെത്തും എന്നൊരു പ്രോമിസാണ് എപ്പോഴും ഈ ഒരു വ്യക്തിയിൽ നിന്നുള്ള അല്ലെങ്കിൽ നിങ്ങളും അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന എനർജി എന്ന് പറയുന്നത്. അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു എനർജിയാണ്. അപ്പോൾ ചിലപ്പോൾ ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ ഹീൽ ചെയ്യാൻ വേണ്ടി മാത്രം ഉള്ളൊരു ജന്മമാണിത്. അപ്പോൾ ചിലപ്പോൾ ഈ ഒരു ജന്മത്തിൽ നിങ്ങളുടെ കമ്മാസ് എല്ലാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുമിച്ചുള്ളൊരു ജീവിതം ഉണ്ടാവുമായിരിക്കാം. അപ്പോൾ ഹീലിങ്ങിന് വേണ്ടിയുള്ള ഒരു ലൈഫാണ് ഇപ്പോൾ നിങ്ങളുടേത്. നിങ്ങളിൽ ഒരാൾ ശരിക്കും പറഞ്ഞാൽ ഒരു ലൈഫ് ചേഞ്ചിങ് ഡിസിഷൻ ഇന്നിവരെ അവർക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ അകത്ത്. അതായത് എന്തോ എടുത്തൊരു ആഗ്രഹം അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, കൊടുത്ത പ്രോമിസുകൾ അതല്ലെങ്കിൽ ഇഷ്ടത്തോട് സംസാരിച്ച ആ കാര്യങ്ങളൊക്കെ പല ലൈഫ് ടൈമിലായിട്ട് അവിടെ കിടക്കുകയാണ്, ഒരിക്കലും ക്ലിയർ ആവാതെയും കംപ്ലീറ്റ് ചെയ്യാത്തതും. അത് ഈ ഒരു പ്രസൻറ്റ് ലൈഫിൽ ശരിക്കും പറഞ്ഞാൽ അതെല്ലാം വീട്ടിൽ ക്ലിയർ ആക്കും എന്നാണ് നമ്മളോട് യൂണിവേഴ്സ് പറയുന്നത്. അത് അൺഫിനിഷ്ഡ് ആയിട്ടുള്ള ഡിസിഷൻസ് ഒരുപാടുണ്ട് കഴിഞ്ഞ ജന്മങ്ങൾ. അതെല്ലാം ക്ലിയർ ചെയ്ത് നിങ്ങൾ പോകാൻ വേണ്ടി തന്നെയാണ് നിങ്ങൾ തമ്മിൽ ഈ ജന്മത്തിലും കണ്ടുമുട്ടിയിരിക്കുന്നത് പറയാൻ പറ്റും. ഇത് ശരിക്കും പറഞ്ഞാൽ നോർമൽ ഒരു സോൾസ് തമ്മിൽ കാണുന്നതോ ആയിട്ടുള്ളൊരു ജന്മമല്ല ഇതെന്ന് വെച്ചാൽ നിങ്ങൾ എന്താ പറയുക, നിങ്ങളും അവന് ശരിക്കും അല്ലെങ്കിൽ നിങ്ങളും ആ ഒരു പേഴ്സണും ശരിക്കും ഒന്നായിരുന്നു. പക്ഷേ പല സാഹചര്യങ്ങളും നിങ്ങളുടെ പല കർമ്മകളും കൊണ്ട് നിങ്ങൾക്ക് ഈഗോ അങ്ങനെയുള്ള പല കാര്യങ്ങളും കൊണ്ട് നിങ്ങൾ വേർതിരിച്ചു നിങ്ങളുടെ ലൈഫിൽ. അതെല്ലാം നിങ്ങൾ സെപ്പറേറ്റഡായി. അപ്പോൾ സെപ്പറേറ്റഡായി അതൊക്കെ കൊണ്ട് ഈ ജന്മത്തിൽ വരാനും ഒന്നിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പേഴ്സൻ്റെ ആത്മാവ് നിങ്ങളെ വിട്ട് ഒരിക്കലും പോകത്തില്ല. കാരണം വെച്ചാൽ ആ ഒരു പേഴ്സൻ്റെ ആത്മാവ് നിങ്ങളുടെ കൂടെ എപ്പോഴും തന്നെ ഉണ്ട്. അപ്പോൾ ഇതെന്ന് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ ഒന്നിക്കാൻ വേണ്ടിയുള്ള ഒരു ജന്മമാണിത്. അതുകൊണ്ട് നിങ്ങൾ എത്രയൊക്കെ അവോയ്ഡ് ചെയ്താലും എന്തൊക്കെ ഫീലിങ്സ് വന്നാലും എന്തൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ ഒന്നിക്കാനുള്ള ആൾക്കാരാണെങ്കിൽ ഒന്നിക്കുക തന്നെ ചെയ്യും. പറഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ വളരെ ടോക്സിക് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കുന്ന രീതിയിലോ അങ്ങനെയുള്ളൊരു ബന്ധമല്ല. കാരണം വെച്ചാൽ ആദ്യം നിങ്ങളുടെ ഉള്ളിലുള്ള പ്രോബ്ലംസും കാര്യങ്ങളും ഒക്കെ ട്രിഗർ ചെയ്യും. അപ്പോൾ ട്രിഗർ ചെയ്യുന്നത് കൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ ട്വിൻസോളൊക്കെ ആണെങ്കിൽ ആ ഒരു പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ട്രിഗർ ചെയ്ത് വരാൻ വേണ്ടിയാണ് നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു ഡിസ്റ്റൻസും സെപ്പറേഷനും ഒക്കെ ഉള്ളത്. അപ്പോൾ അവർ നിങ്ങളെ വിട്ടുപോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെയൊന്നും അവർക്ക് വിട്ടുപോകാനൊന്നും ഒരിക്കലും കഴിയത്തൊന്നുമില്ല. അതൊരു അഡിക്ഷൻ പോലെയാണ് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. അതായത് അൺഫിനിഷ്ഡ് അല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ കിടക്കുന്നതൊക്കെ കൊണ്ടും നിങ്ങൾ ഈ ജന്മത്തിൽ ഒന്നിക്കണം, നിങ്ങളുടെ എനർജി ഒന്നാവണം എന്നൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻ ഇങ്ങനെ പ്രോബ്ലംസും ട്രിഗറിങ്ങും ഒക്കെ ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കും. പാസ്റ്റ് ലൈഫ് ആണെങ്കിൽ ഈ ഒരു പേഴ്സൺ എന്താണ് ഇങ്ങോട്ട് മാറി നിൽക്കുന്നത്, അല്ലെങ്കിൽ സോൾമേറ്റ് ട്വിൻ സോൾ ആണെങ്കിൽ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് എന്താ പറയുക പേടിയും ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഉണ്ട്. കാരണം വെച്ചാൽ ഇനി ഞാൻ അങ്ങോട്ട്, അതായത് സോൾ ലെവലിൽ ഞാൻ ഇനി അങ്ങോട്ട് വരുവാണെങ്കിൽ ഞാൻ ഇനി പഴയതുപോലെ ഞാൻ ഹേർട്ട് ചെയ്യുമോ, അതല്ലെങ്കിൽ ഇനി വീണ്ടും സെപ്പറേഷൻ വരുമോ, അല്ലെങ്കിൽ ഞാൻ നിന്നെ എല്ലാ ട്വിൻ സോൾസും പറയുന്ന പോലെ നിന്നെ ഡിസേർവ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ, അല്ലെങ്കിൽ ഞാൻ ഇനിയും ഇതേപോലെ
ഭ്രാന്തമായിട്ട് ഇഷ്ടം വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും, അതും കുറേയൊക്കെ മെറ്റീരിയലിസ്റ്റിക് വേൾഡിൽ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ ഒരു ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. പക്ഷേ നമുക്ക് പറയാൻ പറ്റും, നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഹാർട്ട്, അതായത് നിങ്ങൾ കണ്ടുമുട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നിയതുപോലെ തന്നെ ആ ഒരു വ്യക്തിക്കും നല്ല ഡെപ്തിൽ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് എന്താ പറയുക, ഇതിങ്ങനെ തന്നെ പോകുമെന്നല്ല പറയുന്നത്. നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹീൽ ചെയ്യാൻ വന്നതാണ്. ആ ഹീലിംഗ് ജേർണി ഇവിടെ നടക്കുന്നുണ്ട്. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയൊക്കെ നിങ്ങൾ ആ ഹീലിങ്ങിൻ്റെ ഭാഗമാകാറുണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും നല്ലപോലെ ഹീൽ ചെയ്ത് കഴിയുമ്പോൾ ഈ ജന്മത്തിൽ തന്നെ നിങ്ങൾ ഒന്നാവും. കാരണം എന്ന് വെച്ചാൽ ഈ ജന്മത്തിൽ നമ്മൾ ഒന്നാവും എന്ന് പറയുമ്പോൾ എനർജറ്റിക് കണക്ഷനും ഉണ്ട്. അതല്ലാതെ നിങ്ങൾ ലൈഫിൽ, അതായത് നിങ്ങൾക്ക് ഒരിക്കലും സെപ്പറേറ്റഡ് ആണെങ്കിലും നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങൾ ഈ ലൈഫിൽ കണക്ട് ചെയ്തുകൊണ്ടൊക്കെ തന്നെ ഇരിക്കും. മനസ്സിലായോ? ഇപ്പോൾ ഒരാളെ നമ്മൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി നമ്മുടെ കൂടെ തന്നെ വേണമെന്നൊന്നുമില്ല, പക്ഷേ ഏതെങ്കിലുമൊക്കെ തരത്തിൽ നിങ്ങൾ എപ്പോഴും കണക്റ്റഡ് ആയിരിക്കും. അത് അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു സോൾ ബോണ്ടാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളെ കണക്ട് ചെയ്യണ്ട അല്ലെങ്കിൽ മിണ്ടണ്ട എന്നോർത്തിരുന്നാലും അയാൾക്ക് നടക്കില്ല, നിങ്ങൾക്കും അതുപോലെ തന്നെ. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ തന്നെ ഫ്രണ്ടിലോട്ട് പോകും. നിങ്ങൾ ഹീലിംഗ് ചെയ്യുന്തോറും നിങ്ങൾ രണ്ടും എനർജറ്റിക്കലി അതുപോലെ തന്നെ ഈ ഒരു വേൾഡിൽ ഒന്നിക്കാൻ കഴിയും എന്നാണ് നമ്മളോട് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റീഡിംഗ് ഇവിടെ തീർന്നിരിക്കുന്നു. താങ്ക് യു മൈ സോൾ ഫാമിലി.